വെൽക്കം ടു ദേവ് സ്റ്റോറി. ഇതെന്ന കാലത്ത് നല്ല മഴയാണ്. എന്ത് കറി വെക്കുന്ന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കൊപ്പക്കായന് ഓർമ്മ വന്നത്. ദേ കൊപ്പക്കായ കിടന്ന് നിൽപ്പുണ്ട്. പക്ഷെ ഒരാൾ ദേ മഴ പെയ്തപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇവിടെ വീണ് എടുക്കുന്നുണ്ട്. നിറയെ പപ്പായ ഉണ്ടായി വരായിരുന്നു. നിങ്ങളുടെ അവിടെ കൊപ്പക്കായ എന്നാണ് പറയുക, പപ്പായ എന്നാണ് പറയുക എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ദേ അതിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവനാണ് നമ്മുടെ വില്ലനല്ല, താരം. നമ്മുടെ കേബേജിനെയൊക്കെ പോലെ തന്നെ സൂപ്പറാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് നമ്മുടെ പപ്പായത്തോരൻ. അപ്പോൾ കുട്ടികളൊന്നും പപ്പായൊക്കെ കഴിച്ചില്ലെങ്കിൽ നമുക്ക് കേബേജാന്ന് പറഞ്ഞ് പറ്റിക്കാം. ഇവനെ നമ്മൾ ഒരെണ്ണം മതി ഞങ്ങൾക്ക്. അവനെ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, ഇതുപോലെ നല്ല വൃത്തിയായി തൊലി കളഞ്ഞ് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇവനെ നമ്മൾ തൊലി കളയാനായിട്ട് ഈസി ആയിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ തൊലി കളയാറ്. അപ്പോൾ വേഗം ഇതിൻ്റെ തൊലി കളയാനായിട്ട് പറ്റും. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത്? ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല എളുപ്പമാണ് ഇതുകൊണ്ട് തൊലി കളയാൻ. എന്നിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇതിനെന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോളൂ. നമ്മൾ കേബേജൊക്കെ ചെയ്യുന്നത് പോലെ ചിലർ പല ടൈപ്പിലാണ് കേബേജ് അരിയുക. പക്ഷേ ഈ പപ്പായ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു സൂത്രമുണ്ട്. ഈ സൂത്രം കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് വേണം. ഇവനെ വെച്ചാണ് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ചീമ്പിയെടുക്കാൻ പോകുന്നത്. ഞാൻ ചീമ്പിയെടുക്കാമെന്നാണ് എൻ്റെ സ്റ്റൈൽ പറയുന്നത്. നിങ്ങളോട് എന്താ പറയാമെന്നറിയില്ല. അപ്പം നമുക്കിവനെ ചീമ്പിയെടുക്കാം. ഓരോ കഷ്ണങ്ങളെടുത്ത് അതിന് മുന്നേ നാളികേരം നമുക്ക് ആവശ്യമാണ്. നാളികേരം ചിരുകി വെച്ചിട്ടുണ്ട്. അതെ ഇങ്ങനെ എടുത്ത് അവനെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ചീമ്പിയെടുക്കുകയാണ്. ഇത് കണ്ടോ. അപ്പം നമുക്ക് ചീമ്പിയെടുത്തിട്ട് വരാം. ഞാനതെല്ലാം ചീമ്പി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യമായ നാളികേരം വേണം. പിന്നെ ഇതിലേക്ക് കുറച്ച് സവോള, ഞാൻ സവോളയാണ് എടുക്കുക. ചിലർ ഉള്ളി എടുക്കും, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത്. പിന്നെ നമ്മുടെ മീൻ താരം കറിവേപ്പില അതൊരു പരിപാടിയില്ല നമ്മൾ. അപ്പം നമുക്ക് ഇനി എല്ലാം കൂടി എടുത്തിട്ട് കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. ഇതൊക്കെ മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പായയിലേക്ക് സവാള ഇടുന്നു. സവാളയൊക്കെ ഇട്ടു. ഇനി അത് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ഇടണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞിച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള നാളികേരം, എത്രത്തോളമാണ് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നാളികേരം ഇടാം. നാളികേരം ഇട്ടിട്ടുണ്ട്. ഞാൻ 2 പിടുത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടണം. കറിവേപ്പില പൊട്ടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഇടണം. മസാലപ്പൊടിയായിട്ട് വരുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്. അപ്പോൾ 1 ടേബിൾ ടീസ്പൂൺ ഞാൻ 1 ടേബിൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അളവൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ മീൻ താരം നമ്മുടെ ഉപ്പില്ലാത്തൊരു കറി ഇല്ലല്ലോ. അപ്പോൾ ഉപ്പിടണം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടാം. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിനി എല്ലാം കൂടിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒരു കലാപരിപാടിയുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ തിരുമ്പിയെടുക്കണം. അപ്പം ഞാൻ ഒറ്റ കൈ പിടിച്ചിട്ടാണ് തിരുമുന്നത്. അതുകൊണ്ടാണ് ഈ പാത്രം ഇങ്ങനെ കറങ്ങുന്നത്. അപ്പം ഞാനിത് തിരുമ്പി എടുത്തിട്ട് വരാം ഗായ്സ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പം തിരുമ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ അതേ നല്ല ചീഞ്ചട്ടിയൊക്കെ എടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ചൂടാക്കാം. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. സാധാരണ നമ്മൾ കൂട്ടാൻ കാച്ചുന്ന പോലെയൊക്കെ തന്നെ. കേബേജ് വെക്കാറില്ലേ നിങ്ങൾ? അതുപോലെ തന്നെ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അത് കഴിയുമ്പോൾ 2 വറ്റൽമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അത് ഒടിച്ചിട്ട് 2 ഇടാം. അത് കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ എടുത്ത് അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ കേബേജ് വെക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ സെയിം പരിപാടി തന്നെ. എടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. എല്ലാം ഇട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം പപ്പായയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടോ, ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേഗം വെന്ത് കിട്ടും പപ്പായ ആയതുകൊണ്ട് തന്നെ. ഇതുണ്ടോ വെന്തിട്ടുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ അടിപൊളി കേബേജിന് വെല്ലുന്ന പപ്പായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ കണ്ട ആരെങ്കിലും പറയുമോ കേബേജ് അല്ല എന്ന്? അപ്പോൾ കുട്ടികൾ
ക്യാബേജ് ഇഷ്ടമുള്ള കുട്ടികളും പപ്പായ കഴിക്കാത്ത കുട്ടികളും ഉണ്ടെങ്കിൽ അവരെടുത്ത് ക്യാബേജ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നമുക്കിത് കൊടുക്കാം. വളരെ വിറ്റാമിൻസ് ഉള്ള ഒന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.